ജീവിത സന്ദേശത്തിലേക്ക് സ്വാഗതം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വചനം. ഞാൻ നല്ല ഇടയൻ ആകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. യേശു കർത്താവിന്റെ ഒരു അവകാശവാദമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ നല്ല ഇടയൻ ആകുന്നു. യേശുവിന് മുമ്പ് ഇടയനാണ് എന്ന് പറഞ്ഞു വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമാണ് എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യേശുവിനെ സ്പെഷ്യലാക്കുന്നത്, വ്യത്യസ്തനാക്കുന്നത് യേശു നല്ല ഇടയനാണ്. എന്തുകൊണ്ടാണ് ഈ നല്ല ഇടയൻ എന്ന അവകാശം കർത്താവ് ഉപയോഗിക്കുന്നത്? ഈ നല്ല ഇടയന്റെ ക്വാളിറ്റീസ് എന്തെല്ലാമാണ്? ഈ അധ്യായം നാം ഒന്ന് പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ഓർക്കാം. 11-ാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. ജീവനെ കൊടുക്കുന്നവനാണ് നല്ല ഇടയൻ. അർത്ഥാൽ ആടുകളെ ആക്രമിക്കുവാൻ വരുന്ന ജീവികളെ കൊല്ലുവാൻ കഴിയുന്നില്ലെങ്കിൽ തന്റെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി ആടിനെ സംരക്ഷിക്കുന്ന ഇടയൻ. ദുഷ്ട മൃഗങ്ങൾ പിടിച്ച് കീറി തിന്നുവാൻ വരുമ്പോൾ ആ ഇടയൻ സംരക്ഷണ വലയുമായി കൂടെയുണ്ട്. അതാണ് ഇടയന്റെ ഒന്നാമത്തെ പ്രത്യേകത. തൻ്റെ ജീവനെ കൊടുക്കുന്നു. 15-ാമത്തെ വചനത്തിലേക്ക് നമുക്കൊന്ന് വരാം. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇന്ന് ലോകത്തിലുള്ള കുഞ്ഞാടുകൾക്ക് വേണ്ടിയല്ല, പിന്നെയോ ലോകത്തിലുള്ള മാനവജാതിക്ക് വേണ്ടി യേശു കർത്താവ് തൻ്റെ ജീവനെ കൊടുത്തു. രണ്ടാമത്തെ കാര്യം 13-ാമത്തെ വചനത്തിലാണ്. നാം വായിക്കുന്ന ഇങ്ങനെയാണ്, അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. അതായത് കൂലിക്കാരനെ കുറിച്ച് ആക്കിയാൽ അവൻ കൂലിക്കാരനാണ്, രണ്ട് ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്ത ആളാണ്. എന്നാൽ ഞാൻ കൂലിക്കാരനല്ല, ആടുകളെക്കുറിച്ച് വിചാരമുള്ള ആളാണ് എന്നാണ് കർത്താവ് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മെ ഓർത്ത് വിചാരിക്കുന്ന ഒരു കർത്താവ്, പ്രിയമുള്ളവരെ, നമ്മെ കരുതുന്ന ഒരു കർത്താവ്, നമ്മുടെ അവസ്ഥ അറിയുന്ന ഒരു കർത്താവ്, നമ്മുടെ വേദനകൾ അറിയുന്ന ഒരു കർത്താവ്. ഈ ലോകത്തിൽ ആരും എൻ്റെ വേദനകൾ അറിയുന്നില്ല. എനിക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ഭർത്താവിനോട് എനിക്ക് പറയാൻ കഴിയില്ല, എൻ്റെ ഭാര്യയോട് എനിക്ക് പറയാൻ കഴിയില്ല, എൻ്റെ മക്കളോട് പറയാൻ കഴിയില്ല. എത്രമാത്രം വേദനകളുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങളെക്കുറിച്ചുള്ള വിചാരമുള്ള ഒരു വലിയ ഇടയനുണ്ട്. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും എല്ലാ വേദനകളും അറിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു ഇടയൻ. മൂന്നാമത്, ആ ഇടയനെക്കുറിച്ച് അല്പം കൂടെ വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് 14-ാമത്തെ വചനമാണ്. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യും. ഇടയന്റെ മൂന്നാമത്തെ ഗുണവിശേഷം നമ്മെ അറിയുന്ന ഇടയൻ, പരസ്പരം അറിയുന്ന ഇടയൻ. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നാം അറിയുന്നു എന്ന് മാത്രമല്ല, നമ്മെയും അറിയുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ മുഖ്യമന്ത്രിയോ നമ്മുടെ രാഷ്ട്രപതിയോ അവർക്ക് നമ്മളെ അറിയാനായിട്ട് കഴിയുന്നില്ല. നമുക്കവരെ അറിയാം, അവരുടെ പേരറിയാം, അവരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവർ ജനനസ്ഥലവും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. പക്ഷേ അവർക്ക് നമ്മളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിലുള്ള ഒരു അറിവല്ലാതെ, നമ്മുടെ രേഖകളൊന്നും പരിശോധിക്കാതെ നമ്മൾ ആരാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ ഇതാ ഇവിടെ ഒരു ഇടയൻ. ആ ഇടയന് നമ്മളെ അറിയാം, നമ്മുടെ ജാതകം അറിയാം. 139-ാമത്തെ സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, നമ്മുടെ ജാതകം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം, നാം ജനിക്കുന്നതിന് മുമ്പ് നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന ദൈവം. നാം പിണ്ണാകാരമാകുന്നതിന് മുമ്പ് തന്നെ നമ്മെക്കുറിച്ച് അറിയാവുന്ന ദൈവം. നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നമ്മെക്കുറിച്ച് അറിയാവുന്ന ദൈവം. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടപ്പോൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ നമ്മെക്കുറിച്ച് എല്ലാം എഴുതി വച്ചിരിക്കുന്ന ദൈവം. അതെ, ആ കർത്താവ് നമ്മെ അറിയുന്ന ഇടയനാണ്, നമ്മുടെ വേദനകൾ അറിയുന്ന ഇടയനാണ്. നാലാമത്തെ കാര്യം 16-ാമത്തെ വചനത്തിലാണ്. നാം വായിക്കുന്നിങ്ങനെ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാതെ വേറെയും ആടുകൾ എനിക്കുണ്ട്, അവയെ ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഓരോ കൂട്ടവും ഒരു ഇടയനും ആകും. നോക്കുക, നാലാമത്, നമ്മെ നടത്തുന്ന ഇടയൻ, നമ്മെ തോളിലേറ്റി നടത്തുന്ന ഇടയൻ. തള്ളയാടുകളെ പതുക്കെ നടത്തുകയും
കുഞ്ഞാടുകളെ തോളിലേറ്റി നടത്തുന്ന, നമ്മെ നടത്തുന്ന ഇടയൻ. അതെ, ദൈവം നടത്തിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ദൈവം നമ്മുടെ കൈ പിടിച്ച് നടത്തിയില്ലെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്തിൽ എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മൾ അനുഭവിക്കുന്ന നന്മകളും നമ്മൾ അനുഭവിക്കുന്ന ആരോഗ്യവും ബലവും കൃപകളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മെ നടത്തുന്നത് കൊണ്ടാണ്, ദൈവം നമ്മെ കൈപിടിച്ച് നടത്തുന്നതുകൊണ്ടാണ്. നാം നടന്നതല്ല, പിന്നെയോ ദൈവം നമ്മെ നടത്തുന്നതാണ്. പലപ്പോഴും നാം നടന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അർത്ഥപൂർണമല്ല. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ വന്ന വഴികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും വന്ന വഴികളൊക്കെയും നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും വന്നത് നിങ്ങൾ തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കതൊന്നും ഓർമ്മയില്ല എങ്കിൽ, അതായത് ദൈവം എങ്ങനെയാണ് എന്നെ ഇവിടെ എത്തിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മകളൊന്നുമില്ലെങ്കിൽ, തീർച്ചയായിട്ടും നടത്തിയത് ദൈവമാണ്. കാരണം ഓർമ്മകളെ പോലെ ഇല്ലാതാക്കി ദൈവം നമ്മെ നടത്തി. പ്രിയവരെ, ദൈവം നമ്മുടെ ഇടയനാണ്, നടത്തുന്ന ഇടയനാണ്. ആ ഇടയൻ്റെ കയ്യിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അൻപുള്ള ദൈവമേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുന്ന് എത്ര നല്ല ഇടയനാണ്. ഞങ്ങളെ പരിപാലിക്കുന്ന ഇടയനായതുകൊണ്ട് സ്തോത്രം. ജീവനെ നൽകിയ ഇടയനായതുകൊണ്ട് സ്തോത്രം. വിചാരമുള്ള ഇടയനായതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ അറിയുന്ന ഇടയനായതുകൊണ്ട് സ്തോത്രം. നടത്തുന്ന ഇടയനായതുകൊണ്ട് സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടോട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.